വ്യത്യസ്ത ഭൂപ്രകൃതി, പ്രത്യേകത നിറഞ്ഞ കാഴ്ചകൾ, ചരിത്ര സ്മാരകങ്ങൾ, യൂറോപ്പിൻ്റെ ഫീൽ, എത്തിപ്പെടാൻ എളുപ്പം, ദൂരക്കുറവ്, പെട്ടെന്ന് ലഭിക്കുന്ന വിസ. അസർബൈജാൻ എന്തുകൊണ്ട് എന്ന ചോദ്യത്തിന് ഇത്രയും ധാരാളമാണ്. ഡൽഹിയിൽ നിന്ന് ഇൻഡിഗോയുടെ ഡയറക്റ്റ് ഫ്ലൈറ്റിൽ 4 മണിക്കൂർ കൊണ്ട് അസർബൈജാന്റെ തലസ്ഥാനമായ ബാക്കുവിലെത്താം. കുറഞ്ഞത് 2 മാസം മുൻപെങ്കിലും ടിക്കറ്റ് ബുക്ക് ചെയ്യുക. ഇന്ത്യക്കാർക്ക് ഈ വിസയാണ്. അപ്ലൈ ചെയ്ത് 2 ദിവസത്തിനുള്ളിൽ വിസ ലഭിച്ചു. ഡൽഹിയിൽ നിന്നുള്ള വിമാനം പുലർച്ചെയാണ് ബാക്കു ഹൈദരാലി ഇന്റർനാഷണൽ എയർപോർട്ടിൽ എത്തുക. ഇമിഗ്രേഷൻ പ്രോസസ് വളരെ എളുപ്പമാണ്. ഹോട്ടലിൽ നിന്ന് എയർപോർട്ട് പിക്കപ്പ് എടുത്തിരുന്നു. ഡ്രൈവർ ലിക്കർ പ്ലക്കാർഡുമായി കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു. ഹോട്ടലിലേക്ക് പോകും വഴി സിം കാർഡും എടുത്തു. കുറച്ച് ഡോളർ എക്സ്ചേഞ്ച് ചെയ്യുകയും ചെയ്തു. അസർബൈജാനി മനാത്താണ് കറൻസി. ബാക്കു സിറ്റിയുടെ ഹൃദയഭാഗത്തുള്ള നിസാമി സ്ട്രീറ്റിലെ സെൻട്രൽ ഹോട്ടലായിരുന്നു ബുക്ക് ചെയ്തിരുന്നത്. ഈ യാത്രയിൽ ഇവിടുത്തെ താമസം വളരെ സൗകര്യപ്രദമായിരുന്നു. ചെക്ക് ഇൻ ഫോർമാലിറ്റീസ് വളരെ എളുപ്പത്തിൽ കഴിഞ്ഞു. മര്യാദക്കാരായ ജീവനക്കാർ, നല്ല വൃത്തിയുള്ള മുറി. സെൻട്രൽ ഹോട്ടലിലെ കാഴ്ചകൾ. നിസാമി സ്ട്രീറ്റ് അസർബൈജാനിലെ ബാക്കു സിറ്റിയുടെ പ്രധാന ഷോപ്പിംഗ് സ്ട്രീറ്റാണ്. ഇത് നഗരത്തിന്റെ ഹൃദയഭാഗത്ത് സ്ഥിതി ചെയ്യുന്നു. നിസാമി ഗഞ്ചവി എന്ന പ്രശസ്ത അസർബൈജാനി കവിയുടെ പേരിലാണ് ഈ സ്ട്രീറ്റ് അറിയപ്പെടുന്നത്. നിർമ്മിച്ച ഈ തെരുവ് നിരവധി ചരിത്രപരമായ കെട്ടിടങ്ങളും സാംസ്കാരിക സ്മാരകങ്ങളും കൊണ്ട് സമ്പന്നമാണ്. സ്ട്രീറ്റിൽ നിറയെ റെസ്റ്റോറന്റുകൾ, കഫേകൾ, പാർക്കുകൾ, ഹോട്ടലുകൾ, ബ്രാൻഡഡ് ഷോപ്പുകൾ എന്നിവ പ്രവർത്തിക്കുന്നു. മനോഹര കലാശൈലിയിൽ പണിതിരിക്കുന്ന കെട്ടിടങ്ങൾ നിസാമി സ്ട്രീറ്റിന്റെ ഒരു പ്രത്യേകതയാണ്. ബാക്കു സിറ്റിയിലെ പ്രാചീന പ്രദേശമാണ് ഇച്ചേരി ഷെഹർ അഥവാ ബാക്കു ഓൾഡ് സിറ്റി. ഡബിൾ ഗേറ്റ് എന്ന് വിളിപ്പേരുള്ള ഒരു വലിയ കോട്ടയ്ക്കുള്ളിലായി ഒരു നഗരം. ഇത് യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളതാണ്. ഓൾഡ് സിറ്റിയിലെ കാഴ്ചകൾ ദിവസം മുഴുവൻ കാണാനുണ്ട്. കൊട്ടാരം, വാച്ച് ടവർ, ഭൂമിക്കടിയിലെ ഹമാം ബാത്ത്, ഭംഗിയുള്ള യൂറോപ്യൻ തെരുവുകൾ, ഗ്രാഫിറ്റി ചിത്രച്ചുമരുകൾ, സ്ട്രീറ്റ് ഫുഡ്, കഫേ, വഴിയോര കച്ചവടങ്ങൾ, നിറയെ കാഴ്ചകൾ.
12ാം നൂറ്റാണ്ടിൽ നിർമ്മിച്ച ഷിർവാൻഷാ പാലസ്, ബാക്കുവിൻ്റെ പ്രശസ്ത സ്മാരകങ്ങളിൽ ഒന്നായ മെയ്ഡൻ ടവർ, അണ്ടർഗ്രൗണ്ട് ഹമാം ബാത്ത് എന്നിവ കാണേണ്ടവ തന്നെ. ഇച്ചേരി ഷഹർ ചരിത്രപരമായ സ്മാരകങ്ങളും കെട്ടിടങ്ങളും കൊണ്ട് സമ്പന്നമാണ്. അസർബൈജാന്റെ സമ്പന്നമായ സംസ്കാരം പരിചയപ്പെടുത്തുന്ന നിരവധി മ്യൂസിയങ്ങൾ ഇവിടെ പ്രവർത്തിക്കുന്നു. ധാരാളം അന്താരാഷ്ട്ര സിനിമകളും TV ഷോകളും ഇവിടെ ചിത്രീകരിച്ചിട്ടുണ്ട്. ഇച്ചേരി ഷഹർ ചരിത്രപ്രേമികൾക്ക് ആകർഷകമായ ഒരിടമാണ്. ബാക്കു സിറ്റിയിലെ വാസ്തുവിദ്യാ വിസ്മയം ഹൈദർ അലി സെന്റർ. ഇറാഖി ബ്രിട്ടീഷ് ആർക്കിടെക്ട് സഹ ഹാഡിഡ് രൂപകൽപ്പന ചെയ്ത ഈ കെട്ടിടം വാസ്തുശില്പ പ്രത്യേകതകൾ കൊണ്ട് ഏറെ പ്രശസ്തമാണ്. വിവിധ കലാപരിപാടികൾ, പ്രദർശനങ്ങൾ, പ്രകടനങ്ങൾ എന്നിവ സംഘടിപ്പിക്കുന്ന ഒരു പ്രധാന സാംസ്കാരിക വേദിയായി ഈ കേന്ദ്രം പ്രവർത്തിക്കുന്നു. മെയ്ഡൻ ടവറിന് എതിർവശം കടന്നാൽ ബാക്കു ബൊളിവാർഡ് പാർക്കായി. കടൽ തീരത്തോട് ചേർന്ന് സമാന്തരമായിട്ടുള്ള ഒരു പ്രൊമനേഡാണ് ബൊളിവാർഡ് പാർക്ക്. മനോഹരമായി പരിപാലിക്കപ്പെട്ടിട്ടുള്ള ഇവിടെ അമ്യൂസ്മെന്റ് പാർക്ക്, ജലധാര, മ്യൂസിയം, സ്മാരകങ്ങൾ, നടപ്പാതകൾ എന്നിവ കാണാം. നടക്കാൻ തയ്യാറാണെങ്കിൽ നാഷണൽ ഫ്ലാഗ് സ്ക്വയർ, കാർപ്പറ്റ് മ്യൂസിയം, ലിറ്റിൽ വെനീസ്, ഡെന്നിസ് മാൾ, ബാക്കു ഐ, ക്രിസ്റ്റൽ ഹാൾ തുടങ്ങിയവ കാണാം. കാർപ്പറ്റ് മ്യൂസിയത്തിന് എതിർവശമുള്ള ഫ്യൂണിക്കുലർ റൈഡ് എടുത്താൽ ഹൈലാൻഡ് പാർക്കിൽ എത്താം. ബാക്കു നഗരത്തിന്റെ 360 ഡിഗ്രിയിലുള്ള മനോഹര ദൃശ്യങ്ങൾ ഉയരത്തിൽ നിന്ന് കാണാവുന്ന ഒരു പാർക്കാണിത്. 1990 ബ്ലാക്ക് ജനുവരി സംഭവത്തിൽ വീരമൃത്യു വരിച്ചവരുടെ ഓർമ്മയ്ക്കായി നിർമ്മിച്ച മാർട്ടിയേഴ്സ് അലി, തൊട്ടടുത്തായി ഒരിക്കലും അണയാത്ത എറ്റേണൽ ഫ്ലെയിം എന്നിവയും കാണാം. വൈകുന്നേരങ്ങളിൽ പ്രകാശപൂരിതമാകുന്ന നഗരക്കാഴ്ച മനോഹരമാണ്.
അസർബൈജാന്റെ വടക്കു പടിഞ്ഞാറുള്ള ഒരു നഗരമാണ് ഷേക്കി. ബാക്കുവിൽ നിന്നും 240 കിലോമീറ്റർ അകലെയാണിത്. ഇത് സിൽക്ക് റോഡിലെ ഒരു പ്രധാന വ്യാപാര കേന്ദ്രമായിരുന്നു. ഷേക്കിയിലെ പ്രധാനപ്പെട്ട ഒരു ചരിത്ര സ്മാരകമാണ് ഷേക്കി പാലസ് അഥവാ ഷേക്കി ഖാൻ സരായ്. 18-ാം നൂറ്റാണ്ടിൽ ഷേക്കി ഖാൻ ഹുസൈൻ്റെ കാലത്ത് നിർമ്മിക്കപ്പെട്ട ഈ കൊട്ടാരം യുനെസ്കോ ലോക പൈതൃക പട്ടികയിൽ ഇടം നേടിയതാണ്. ഷേക്കി പാലസിനടുത്താണ് അർമേനിയൻ വാസ്തുവിദ്യയിൽ പണിത അർമേനിയൻ ദേവാലയം. ഷേക്കി കാർവൻസറായി പ്രശസ്തമായ ഒരു ചരിത്ര സ്മാരകമാണ്. 18-ാം നൂറ്റാണ്ടിൽ നിർമ്മിച്ച ഇവിടം വ്യവസായത്തിനും വാണിജ്യത്തിനും വിശ്രമിക്കാനുമുള്ള പ്രദേശമായിരുന്നു. പ്രകൃതി ദൃശ്യങ്ങളും പർവ്വതങ്ങളും നദികളും നിറഞ്ഞ ഗബാല നഗരത്തിൽ നിന്നും 5 കിലോമീറ്റർ സഞ്ചരിച്ചാൽ നോഹുർ തടാകത്തിൽ എത്താം. സഞ്ചാരികളുടെ ഇഷ്ടവിനോദ കേന്ദ്രമാണിത്. സാഹസികത ഇഷ്ടപ്പെടുന്നവർക്ക് ഇസ്മായിലി സസ്പെൻഷൻ ബ്രിഡ്ജിലൂടെയുള്ള നടത്തം ഒരു പ്രത്യേക അനുഭവമായിരിക്കും. വഴിയിൽ ശുദ്ധമായ തേൻ വിൽക്കുന്ന നിറയെ കച്ചവട കേന്ദ്രങ്ങൾ കാണാൻ കഴിയും. ഷേക്കിയിലേക്കുള്ള വഴിയിലെ ഒരു പ്രധാന നഗരമാണ് ഷമാഹി ജുമാ മസ്ജിദ് അസർബൈജാനിലെ പ്രധാന മുസ്ലിം പള്ളികളിൽ ഒന്നാണ്. തലസ്ഥാനമായ ബാക്കുവിൽ നിന്ന് 25 കിലോമീറ്റർ സഞ്ചരിച്ചാൽ അഗ്നിയുടെ നാട് എന്ന വിളിപ്പേര് അന്വർത്ഥമാക്കുന്ന അബ്ഷറോൺ പെനിസുലയിലെ യനാർദാഗിൽ എത്തിച്ചേരാം. ഇവിടെ ഒരു വലിയ മലയുടെ താഴ്വാരം നിന്ന് കത്തുന്ന കാഴ്ച കാണാം. മണ്ണുമലയുടെ ചെറിയ സുഷിരങ്ങളിലൂടെ ഏകദേശം 3 അടിയോളം ഉയരത്തിൽ തീനാളങ്ങൾ ആളിപ്പടരുന്ന കാഴ്ച കാണാം. ഭൂമിക്കടിയിൽ ധാരാളം പ്രകൃതിവാതക നിക്ഷേപമുള്ളതിനാലാണ് ഈ അത്ഭുത പ്രതിഭാസം. ഏത് കാലാവസ്ഥയിലും ഈ തീ അണയാതെ കത്തും. ഏകദേശം 3000 വർഷത്തോളമായി ഈ തീ കത്തിക്കൊണ്ടിരിക്കുന്നതായി പറയപ്പെടുന്നു. അസർബൈജാന്റെ ഭൂപ്രകൃതി വ്യത്യസ്തവും വിസ്മയങ്ങളാൽ സമ്പന്നവുമാണ്. സ്വാഭാവിക പ്രകൃതിവാതക സ്രോതസ്സുകളാൽ കത്തുന്ന മലനിരകൾ പോലെ മറ്റൊരു കാഴ്ചയാണ് അബ്ഷറോൺ പെനിസുലയിലെ ചെളി അഗ്നിപർവ്വതങ്ങൾ. ചെറിയ കുന്നുകൾ പോലെ രൂപപ്പെട്ട ചെറുതും വലുതുമായ വിവിധ ചെളി അഗ്നിപർവ്വതങ്ങൾ ഇവിടെ കാണാം. സിമന്റ് കലക്കിയതുപോലെ കട്ടിയുള്ള ഒരു ദ്രാവകം തിളയ്ക്കുന്ന ഒച്ചയോടുകൂടി കുമിളയായി പുറത്തുവരുന്ന കാഴ്ച കാണാം. തൊട്ടാൽ വളരെ തണുപ്പാണിതിന്. പുറത്തേക്ക് വരുന്ന ദ്രാവകം ധാരാളം ഔഷധ ഗുണങ്ങൾ ഉള്ളതാണെന്ന് പറയപ്പെടുന്നു. ഇത് ഉപയോഗിച്ചിട്ടുള്ള സ്പാ ബാത്ത് ഈ പ്രദേശത്തുണ്ട്. അസർബൈജാനിലെ മറ്റൊരു പ്രശസ്തമായ ഇസ്ലാമിക പള്ളിയാണ് ബീബി ഹെയ്ബാത്ത് പള്ളി. പതിമൂന്നാം നൂറ്റാണ്ടിൽ ഷിർവാൻ ഷാ ഫറൂഖ് സാദ് ഇബ്നു രണ്ടാമൻ നിർമ്മിച്ച ഈ പള്ളി
1936 ബോൾഷെവിക് ഭരണകൂടം പൊളിച്ചു. പിന്നീട് സ്വാതന്ത്ര്യത്തിനു ശേഷം പുനർനിർമ്മിച്ചതാണ്. ഈസ്റ്റ് ഇസ്ലാമിക ശൈലിയിൽ നിർമ്മിച്ച പള്ളിയുടെ താഴികക്കുടങ്ങൾ പച്ച ടർക്കോയ്സ് കണ്ണാടികൾ കൊണ്ട് അലങ്കരിച്ചിരിക്കുന്നു. മനോഹര കൊത്തുപണികളുള്ള ചില്ലുജാലകങ്ങൾ. ബീബി ഹെയ്ബാത്ത് പള്ളി തീർത്ഥാടകരെയും സഞ്ചാരികളെയും ഒരുപോലെ ആകർഷിക്കുന്നു. അസർബൈജാനിലെ പ്രശസ്തമായ അത്തഷ്ഗാ ഫയർ ടെമ്പിൾ പ്രധാനമായും ഇന്ത്യൻ വ്യാപാരികളും തീർത്ഥാടകരും, പ്രത്യേകിച്ച് സൊറോസ്ട്രിയരും ഹിന്ദു സമൂഹത്തിൽപ്പെട്ടവരും നിർമ്മിച്ചതാണ് ഈ ക്ഷേത്രം. 17-ാം നൂറ്റാണ്ടിൽ സിൽക്ക് റോഡിലൂടെ സഞ്ചരിച്ച ഇന്ത്യൻ വ്യാപാരികളും മത തീർത്ഥാടകരും ഇവിടെ വന്നിരുന്നു. അഗ്നി ആരാധന പ്രധാനമായിരുന്നു. ക്ഷേത്രത്തിൽ സംസ്കൃതത്തിലും പഞ്ചാബിയിലുമുള്ള ലിഖിതങ്ങൾ കാണാം. അസർബൈജാനും ഇന്ത്യയും തമ്മിലുള്ള സാംസ്കാരിക സാമ്പത്തിക വിനിമയങ്ങൾ മാത്രമല്ല, ആത്മീയ അനുഭവങ്ങളും പങ്കുവച്ചിരുന്നു. ഇവിടെയുള്ള നടരാജ വിഗ്രഹം 1983 ഇന്ത്യയുടെ മുൻ പ്രധാനമന്ത്രി ശ്രീമതി ഇന്ദിരാഗാന്ധി സമ്മാനിച്ചതാണ്. അസർബൈജാനിലെ ഗ്രേറ്റർ കോക്കസസ് പർവ്വതത്തിന്റെ തെക്കു കിഴക്കേ അറ്റത്തായി സ്ഥിതി ചെയ്യുന്ന ഗോബുസ്ഥാൻ റോക്ക് ആർട്ട് കൾച്ചറൽ ലാൻഡ്സ്കേപ്പ്. യുനെസ്കോ വേൾഡ് ഹെറിറ്റേജ് സൈറ്റിലുള്ള ഇവിടെ നിറയെ ശിലാചിത്രങ്ങളും ശിലാലിഖിതങ്ങളും കാണാം. പാലിയോലിത്തിക് മധ്യകാലഘട്ടങ്ങളിൽ മനുഷ്യർ ഉപയോഗിച്ചിരുന്ന റോക്ക് ആർട്ട്, സംഗീതശിലകൾ, ഗുഹകൾ, വാസസ്ഥലങ്ങൾ, ശ്മശാനങ്ങൾ എന്നിവയുടെ അവശിഷ്ടങ്ങളും ഇവിടെ കാണാം. അസർബൈജാനിലെ രമാന ഗ്രാമത്തിൽ സ്ഥിതി ചെയ്യുന്ന ഒരു വലിയ പ്രതിരോധ കോട്ടയാണ് രമാന കാസിൽ. 12-ാം നൂറ്റാണ്ടിൽ നിർമ്മിക്കപ്പെട്ട 15 മീറ്റർ ഉയരമുള്ള ഈ കോട്ട ഷിർവാൻഷാസിന്റെ കാലത്ത് നിർമ്മിക്കപ്പെട്ടതായി പറയപ്പെടുന്നു. സ്പൈറൽ പടികൾ കയറി കോട്ടയുടെ മുകളിലെത്തിയാൽ രമാന വില്ലേജിന്റെ കാഴ്ചകൾ ആസ്വദിക്കാം. എന്റെ ഈ സോളോ യാത്രയിൽ അസർബൈജാനിലെ നഗരക്കാഴ്ചകളും പ്രകൃതി ദൃശ്യങ്ങളും വ്യത്യസ്ത ഭൂപ്രകൃതിയും ചരിത്രപരവും സാംസ്കാരികവുമായ കാഴ്ചകളും കാണാൻ കഴിഞ്ഞു. സോളോ ട്രാവലിംഗ് ആഗ്രഹിക്കുന്നവർക്ക് തുടക്കമിടാൻ പറ്റിയ സ്ഥലമാണ് അസർബൈജാൻ. ഈ യാത്രയുമായി ബന്ധപ്പെട്ട സംശയങ്ങൾ ഉണ്ടെങ്കിൽ കമന്റിലൂടെ ചോദിക്കാം.